നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. ക്ലാസ് ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പനി പിടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. സൗണ്ടൊക്കെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ക്ലാസ് എടുക്കാഞ്ഞത്. എക്സാമൊക്കെ ആയ സ്ഥിതിക്ക് ക്ലാസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 22 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, വിച്ച് ആർ ദ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാനദി, നർമ്മദ, ഗംഗ ആൻഡ് താപ്തി. ഇതിൽ ഏതൊക്കെയാണ് ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് വരുന്നത്? മഹാനദി എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. അതുപോലെ തന്നെ ഗംഗയും എന്താണ്? ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ഓൺലി 1 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ വെയർ ദ പ്രോമിനന്റ് ലോയേഴ്സ് ഗേവ് അപ്പ് ദെയർ പ്രാക്ടീസസ് ആസ് എ പാർട്ട് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്? ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, സുഭാഷ് ചന്ദ്രബോസ്, മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ്. ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? സി രാജഗോപാലാചാരി ഉണ്ട്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? സി ആർ ദാസ് ഉണ്ട്. അപ്പം ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ 1, 3 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ ഫോളോയിങ് വേർഡ്സ് റിലേറ്റഡ് ടു വിച്ച് ഡൈനാസ്റ്റി? അതായത് ഈ പറയുന്ന വേർഡ്സ് ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോയിൽ അധികാരികൾ, 1000, അതുപോലെ തന്നെ 4 തളി. ഇത് ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയി ഡൈനാസ്റ്റി ആണോ, വേണാട് ഡൈനാസ്റ്റി ആണോ, ഏഴിമല ഡൈനാസ്റ്റി ആണോ, അതോ പെരുമാൾ ഡൈനാസ്റ്റി ആണോ? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് ഏതുമായിട്ടാണ്? പെരുമാൾ ഡൈനാസ്റ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ഓൺലി 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാച്ച് ദ ഫോളോയിങ്. കോല സ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം. ഇവിടെ വേണാടുണ്ട്, കൊച്ചിയുണ്ട്, ഏറനാടുണ്ട്, കോലത്ത് നാടുണ്ട്. ഇതിൽ ഏത്? മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഏതൊക്കെയാണ്? കോലസ്വരൂപം. കോലസ്വരൂപം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോലത്ത് നാട്. രണ്ടാമത്തെ നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ഏറനാട്. അടുത്ത പെരുമ്പടപ്പ് സ്വരൂപം, ഇത് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. പെരുമ്പടപ്പ് സ്വരൂപം എന്താണ്? കൊച്ചിയാണ്. അടുത്ത തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത് ഏതാണ്? വേണാടാണ്. അപ്പം ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബി ഓപ്ഷൻ 1D, 2C, 3B, 4A എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഇൻക്ലൂഡഡ് ഇൻ മണിപ്രവാളം ലിറ്ററേച്ചർ? ഇപ്പൊ മണിപ്രവാള ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ജ്ഞാനപ്പാന, ചന്ദ്രോത്സവം, വൈശിക തന്ത്രം, അതുപോലെ തന്നെ അനന്തപുര വർണ്ണനം. ഇതിൽ മണിപ്രവാളം ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ചന്ദ്രോത്സവമുണ്ട്, അതുപോലെ തന്നെ വൈശിക തന്ത്രമുണ്ട്, അതുപോലെ തന്നെ അനന്തപുര വർണ്ണനമുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബി ഓപ്ഷൻ ഓൺലി 2, 3 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PSC. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാച്ച് ദ ഫോളോയിങ്. അപ്പൊ നറോറ രാജസ്ഥാൻ, കൂടംകുളം ഉത്തർപ്രദേശ്, കൈഗ തമിഴ്നാട്, രാവത്വട്ട കർണാടക. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ് വരുന്നത്? നറോറ എവിടെയാണ് വരുന്നത്? നറോറ ഉത്തർപ്രദേശ് ആണ്. കൂടംകുളം എവിടെയാണ് വരുന്നത്? തമിഴ്നാടാണ്. കൈഗ കർണാടകയാണ്. രാവത്വട്ട രാജസ്ഥാനാണ്. അപ്പൊ ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ട്രൈബൽ റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ട്രൈബൽ റിവോൾട്ട് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിൽ റിവോൾട്ട് ആണോ, കുറിച്യ റിവോൾട്ട് ആണോ, ആറയൻ റിവോൾട്ട് ആണോ, സാന്താൾ റെബല്യൻ ആണോ? ഇതിൽ ഏതാണ് വരുന്നത്? ഏതൊക്കെയാണ് ട്രൈബൽ റിവോൾട്ട് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 4 എന്താണ്? ട്രൈബൽ റിവോൾട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ്. ഓർഗനൈസേഷനും അവരുടെ ഫൗണ്ടേഴ്സും ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
എന്താണ് ക്വസ്റ്റ്യൻ? ആത്മവിദ്യാസംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അരയ സമാജം, അതുപോലെ തന്നെ സമത്വ സമാജം. ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എല്ലാവർക്കും അറിയാം. ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ? പൊയ്കേൽ യോഹന്നാൻ, അല്ലെങ്കിൽ ആരാണ്? കുമാര ഗുരുദേവനാണ്. അടുത്ത അരയ സമാജം. അരയ സമാജം ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. സമത്വ സമാജമാരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. അപ്പം ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ബി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗോട്ട് ദി മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഓഫ് T20 ഫൈനൽ ഹെൽഡ് അറ്റ് ബാർബഡോസ് ഇൻ 2024? ആരായിരുന്നു T20 ഫൈനലിന്റെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത്? ആരായിരുന്നു? വിരാട് കോഹ്ലി ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. PS2, SMBS, USB, VGA. ഇതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? SMBS ആണ്. ബാക്കിയൊക്കെ എന്താണ്? പോർട്ടാണ്. PS2 പോർട്ട്, USB പോർട്ട്, VGA പോർട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. SMBS എന്നാണ് സിമ്പിൾ മോഡ് പവർ സപ്ലൈ ആണ്. അല്ല സോറി, സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ് SMBS എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണ്? റോം, റാം, ക്യാഷ്, ബയോസ്. ഇതിൽ ഏതാണ്? ക്യാഷ് ആണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഓൾ ദ റിസോഴ്സസ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇതെന്താണ്? കറക്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ആൻ ഇന്റർഫേസ് ടു ദ യൂസർ. എന്താ? യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ, എല്ലാ റിസോഴ്സസിനെയും മാനേജ് ചെയ്യുന്നതും ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്തത്, പ്രോഗ്രാം എക്സിക്യൂഷൻ ഓർഡർ ഈസ് ഡിസൈഡഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെൻ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം നീഡ് ടു ബി റൺ. അതായത് ഒന്നിലധികം പ്രോഗ്രാംസ് റൺ ചെയ്യാനുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമാണ് ആദ്യം റൺ ചെയ്യേണ്ടുന്നത്? അതിനൊരു ഓർഡർ, എക്സിക്യൂഷൻ ഓർഡർ ഡിസൈഡ് ചെയ്യുന്നതും ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇത് എല്ലാം എന്താണ്? കറക്റ്റ് ആണ്. ഇതിൽ ഏതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എല്ലാം കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ലേറ്റർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്ട് എ പ്രോഗ്രാം കോഡ് ഫ്രം. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്ന എന്താ? പ്രോഗ്രാം കോഡിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ടു യൂണീകോഡ് ആണോ? ഹൈ ലെവൽ ലാംഗ്വേജ് ടു ആസ്കി ആണോ? ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ആണോ? ഹൈ ലെവൽ ലാംഗ്വേജ് ടു അസംബ്ലി ലാംഗ്വേജ് ആണോ? എന്താ ട്രാൻസ്ലേറ്റർ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വിൻഡോസ് വേർഷൻ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ സ്റ്റാർട്ട് മെനു? സ്റ്റാർട്ട് മെനു മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിൻഡോസിന്റെ ഏത് വേർഷനിലാണ്? ഏതാണ്? വിൻഡോസ് 95 വേർഷനിലാണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? ഇതിനകത്ത് വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ്. ഇതില് ഏതാ വെബ് ബ്രൗസർ അല്ലാത്തത്? ഏതാണ്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് ആണ് ഒരു വെബ് ബ്രൗസർ അല്ലാത്തത്. ഇനി നോക്കിയേ, വാട്ട് ഈസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് DVD റോം? ഒരു DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.7 GB ആണ് ഒരു DVDയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇനി അടുത്തത്, വിച്ച് ഈസ് ദ കറക്റ്റ് മെത്തേഡ് ടു സെലക്ട് എ പാരഗ്രാഫ് ഇൻ MS Word 2007? അതായത് വേർഡ് 2007 ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാനുള്ള കറക്റ്റ് ഷോർട്ട് കട്ട് കീ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് പ്ലസ് ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫ്. അതായത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് പാരഗ്രാഫിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണോ? ഡബിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണോ? കൺട്രോൾ പ്ലസ് ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫ്. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് പാരഗ്രാഫിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണോ? ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫിൽ എവിടെയെങ്കിലും ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണോ വേണ്ടത്? ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ ആ പാരഗ്രാഫിന്റെ എവിടെയെങ്കിലും വെച്ചിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തത്, വിച്ച് ടൂൾ ഈസ് എ പാർട്ട് ഓഫ് ദ കീബോർഡ് ഗ്രൂപ്പ് ഇൻ MS Word 2007? സോറി, ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പാണേ. അപ്പോൾ ഇതിൽ ഏത് ടൂളാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിന്റെ പാർട്ടിൽ വരുന്നത്? ഫോർമാറ്റ് പെയിന്റർ, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, പേജ് ബ്രേക്ക്. ഏതാണ് വരുന്നത്? ഫോർമാറ്റ് പെയിന്റർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലിപ്പ് ബോർഡ് എന്താ എടുക്കുമ്പം ഹോം ടാബിൽ ആദ്യം വരുന്നതാണ് ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിന്റർ, ഇത്രയുമാണ് വരുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് എ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ വേർഡ് 2007? 2007 പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷനിൽ
വരാത്തത് ഏതാണ്? അലൈൻമെന്റ്, സ്പേസിംഗ്, ഇൻഡന്റേഷൻ, ഓറിയന്റേഷൻ. ഇതിൽ ഏതാണ് വരാത്തത്? ഓറിയന്റേഷൻ ആണ്. പാരഗ്രാഫ് ഫോർമാറ്റിംഗിൽ വരാത്തത്. പേജിന്റെ അകത്താണ് ഏത് വരുന്നത്? ഓറിയന്റേഷൻ. പേജ് ഓറിയന്റേഷൻ വരുന്നത് ഏതൊക്കെയാണ്? പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആണ് പേജ് ഓറിയന്റേഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ പാരഗ്രാഫ് ഫോർമാറ്റിംഗിൽ വരാത്തത് ഏതാണ്? ഓറിയന്റേഷൻ ആണ്. അടുത്തത് വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ എനേബിളിംഗ് കേണിംഗ് ഫോർ ഫോൺ ഓപ്ഷൻ ഇൻ MS വേഡ്. വേഡിനകത്ത് നമ്മൾ കേണിംഗ് ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? സ്ട്രെച്ചസ് ദ സെലക്ടഡ് ക്യാരക്ടർ വെർട്ടിക്കലി, അതായത് വെർട്ടിക്കലി സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ സ്ട്രെച്ച് ചെയ്യുകയാണോ? അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ പർട്ടിക്കുലർ പെയേഴ്സ് ഓഫ് ലെറ്റർ, ഒരു പർട്ടിക്കുലർ പെയേഴ്സ് ഓഫ് ലെറ്ററിന്റെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണോ? സ്കെയിൽ ദ ടെക്സ്റ്റ് ഹൊറിസോണ്ടലി ടെക്സ്റ്റിനെ സ്കെയിൽ ചെയ്യുകയാണോ? ലോവേർഡ് ദ ലെറ്റർ പൊസിഷൻ ബൈ സെലക്ടഡ് പോയിന്റ്, അതോ ഒരു ലെറ്റർ പൊസിഷൻ ലോവർ ചെയ്യുകയാണോ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? കേണിംഗ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ പർട്ടിക്കുലർ പെയേഴ്സ് ഓഫ് ലെറ്റർ ആണ്. അതായത് ചില പെയർ ഓഫ് ലെറ്റേഴ്സിന്റെ ഇടയിലുള്ള സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഇൻ ദ ആസ്പെക്ട് ഓഫ് ടെംപ്ലേറ്റ്സ് ഇൻ MS വേഡ് 2007? വേഡ് 2007 ടെംപ്ലേറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ ക്രിയേറ്റ് ടെംപ്ലേറ്റ് ഫ്രം എനി എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്, ഏത് എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിൽ നിന്ന് വേണമെങ്കിലും ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ആണ്. ക്യാൻ ക്രിയേറ്റ് ടെംപ്ലേറ്റ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റ്, എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതും കറക്റ്റ് ആണ്. ക്യാൻ ക്രിയേറ്റ് എ മാക്രോ എനേബിൾഡ് ടെംപ്ലേറ്റ്, മാക്രോ എനേബിൾഡ് ടെംപ്ലേറ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോ ആണ്. 1 ഉം 2 ഉം 3 ഉം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മാക്സിമം ലെവൽസ് ആർ സപ്പോർട്ടഡ് ഇൻ മൾട്ടി ലെവൽ ലിസ്റ്റ് ഇൻ വേഡ് 2007? വേഡ് 2007 എത്ര ലെവൽ വരെ മൾട്ടി ലെവൽ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് എത്ര ലെവൽ വരെ നമുക്ക് മാക്സിമം കൊടുക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം എത്രയാണ്? 9 ലെവൽസ് വരെ കൊടുക്കാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ വിച്ച് of the below option is not listed under the selector recipients command in the start mail merge group for mail merge. അപ്പോൾ എന്താണ്? വിച്ച് ഓഫ് ദ ബിലോ ഓപ്ഷൻ ഈസ് നോട്ട് ലിസ്റ്റഡ് അണ്ടർ ദ സെലക്ട് റെസിപ്പിയന്റ്. നമ്മുടെ മെയിൽ മർജ് ചെയ്യുമ്പോൾ സെലക്ട് റെസിപ്പിയന്റിൽ ലിസ്റ്റ് ചെയ്യാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇമ്പോർട്ട് ഫ്രം എ CSV ഫയൽ ആണോ? ചൂസ് ഫ്രം ഔട്ട്ലുക്ക് കോണ്ടാക്ട് ആണോ? ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് ആണോ? യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ആണോ? ഇതിലേതാണ്? ഇതിന് ഇമ്പോർട്ട് ഫ്രം CSV ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അതിലില്ല. സെലക്ട് റെസിപ്പിയന്റ് എടുക്കുമ്പോൾ ടൈപ്പ് ന്യൂ ലിസ്റ്റ് ഉണ്ട്, ചൂസ് ഫ്രം ഔട്ട്ലുക്ക് കോണ്ടാക്ട് ഉണ്ട്, യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഈ 3 ഓപ്ഷനും ഉണ്ട്. അടുത്ത, ഇൻ വേർഡ് ദ ഫീച്ചർ ഗട്ടർ മാർജിൻ ഈസ് യൂസ്ഡ് ഫോർ. വേർഡിൽ ഗട്ടർ മാർജിൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടു ഇൻസേർട്ട് നമ്പേഴ്സ് ഇൻ ദ മാർജിൻ, മാർജിനിൽ നമ്പർ ഇൻസേർട്ട് ചെയ്യാനാണോ? ടു മാനേജ് ബെറ്റർ ഡോക്യുമെന്റ് ബൈൻഡിങ്, നമ്മുടെ ഡോക്യുമെന്റ് ബൈൻഡിങ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇൻസേർട്ട് ഇമേജ് ആൻഡ് ഷേപ്പ്, ഇമേജസും ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാനാണോ? ഇംപ്രൂവ് പ്രിന്റിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനാണോ? കട്ടർ മാർജിൻ എന്താണ്? മാനേജ് ബെറ്റർ ഡോക്യുമെന്റ് ബൈൻഡിങ്, അതായത് നമ്മൾ ബൈൻഡ് ചെയ്യുന്ന പൊസിഷനിൽ കൊടുക്കുന്ന മാർജിനാണ് ഏതെന്ന് പറയുന്നത്? ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. അടുത്തത്, ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു പേസ്റ്റ് ആൻഡ് കോപ്പീഡ് ദ കണ്ടന്റ് ഇൻ വേഡ്. അതായത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി ചെയ്ത കണ്ടന്റിനെ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+V ആണ്. വാട്ട് ഈസ് ദ ടെക്സ്റ്റ് റാപ്പിംഗ് സ്റ്റൈൽ? റാപ്സ് ദ ടെക്സ്റ്റ് അറൌണ്ട് ദ ഇതെന്താണ്? ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the below option helps the user to insert a large capital letter used as a decorative element at the beginning of a paragraph? ഒരു പാരഗ്രാഫിന്റെ ബിഗിനിങ്ങിൽ എന്താണ് ലാർജ് ലെറ്റർ, അതായത് ക്യാപിറ്റൽ ലെറ്റർ ലാർജ് സൈസിൽ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഡ്രോപ്പ് ക്യാപ്പ്. നമ്മൾ ന്യൂസ് പേപ്പർ ലെറ്റർ ഒക്കെ കാണുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ വലിയ സൈസിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതാണ് എന്ത്? ഡ്രോപ്പ് ക്യാപ്പ്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് A4 പേപ്പർ? ഒരു A4 പേപ്പറിന്റെ സൈസ് എത്രയാണ്? 210 mm to 297 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ നെയിം ടു എ സ്പെസിഫിക് പോയിന്റ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്? വേർഡ് ഡോക്യുമെന്റിൽ ഒരു സ്പെസിഫിക് പോയിന്റിന് നെയിം അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ബുക്ക് മാർക്കാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഹൗ ഡസ് ദ ഷോർട്ട് കട്ട് കീ Ctrl+I വർക്ക്? Ctrl+I എന്തിനു വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ആണ്? ഇറ്റാലിക്സ് ആക്കാം. മേക്ക് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഇറ്റാലിക് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഫോർ ക്രിയേറ്റിംഗ് ടേബിൾ ഇൻ MS വേഡ് 2007? വേഡ് 2007 ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലാത്തത് ഏതാണ്? അപ്പൊ യൂസിങ് ദ ഇൻസേർട്ട് ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അടുത്തത്, ഡ്രോയിങ് എ ടേബിൾ വിത്ത് മൗസ് വെച്ചിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. യൂസിങ് ദി കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ
കൺവേർട്ട് ടെക്സ്റ്റ് എന്താക്കി മാറ്റാം, ടേബിൾ കമാൻഡ് ആക്കി മാറ്റാം. യൂസ് ഷോർട്ട് കട്ട് കീ Ctrl+T. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ അല്ല ഏതെന്ന് പറയുന്നത് Ctrl+T എന്ന് പറയുന്നത്. അപ്പം ഡി ആണ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following is a way to insert a page break in Word 2007? പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള വഴി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഏതാണ്? പ്രസ് Ctrl+Enter, ഡബിൾ ക്ലിക്ക് ഓൺ ദി ലെഫ്റ്റ് മൗസ് ബട്ടൺ, സെലക്ട് ദ പേജ് ബ്രേക്ക് കമാൻഡ് ഫ്രം ഇൻസേർട്ട് ടാബ്. എങ്ങനെയാ? Ctrl+Enter കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേജ് ബ്രേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പേജ് ബ്രേക്ക് കമാൻഡ് ഫ്രം ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിൽ നിന്നും പേജ് ബ്രേക്ക് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ബോത്ത് 1 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, how do you secure a document from editing in Word 2007 using a password? എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്? റിവ്യൂ ടാബിൽ നിന്നും പ്രൊട്ടക്ട് ഡോക്യുമെന്റ് കൊടുക്കുകയാണോ, വ്യൂ ടാബിൽ നിന്ന് എൻക്രിപ്റ്റ് ഡോക്യുമെന്റ് കൊടുക്കുകയാണോ, Ctrl+P എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുകയാണോ, നൺ ഓഫ് ദി എബോ ആണോ? എന്താണ് യൂസ് ചെയ്യുന്നത്? റിവ്യൂ ടാബിൽ നിന്നും പ്രൊട്ടക്ട് ഡോക്യുമെന്റ് ഓപ്ഷൻ കൊടുക്കുക. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാബ് കണ്ടെയ്ൻ ഓപ്ഷൻ ടു ക്രിയേറ്റ് ചാർട്ട് ഇൻ എക്സൽ 2007? എക്സൽ 2007 ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ടാബ് ഏത് ടാബിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? ഇൻസേർട്ടിൽ നിന്നാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹയസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് ഓഫ് സെൽ? ഒരു റേഞ്ച് ഓഫ് സെല്ലിലെ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഏതാണ്? മാക്സ് ഫംഗ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എക്സൽ മാക്സ്. ഇതും എന്താണ്? PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്തത്, ഇൻ എക്സൽ 2007 വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു ഡിലീറ്റ് എ സെലക്ടഡ് റോ? ഒരു സെലക്ടഡ് റോ ഡിലീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്തായിരുന്നു? Ctrl+- ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ അലോ യു ടു ഫ്രീ സ്പാൻസ് ഇൻ എക്സൽ 2007? ഏത് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ സ്പാൻ യൂസ് ചെയ്യുന്നത്? ക്ലിക്ക് ഓൺ വ്യൂ ടാബ് ആൻഡ് സെലക്ട് ഫ്രീ സ്പാൻ. എവിടെയാണുള്ളത്? വ്യൂ ടാബിലാണ് ഫ്രീ സ്പാൻസ് ഉള്ളത്. അപ്പോൾ ഇത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് Excel 2007 feature used to analyze data by creating table and chart based on it? അപ്പം എന്താണ്? എക്സലിലെ ഡേറ്റയെ വെച്ചിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? പിവട്ട് ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. പിവട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഉള്ള ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് നമുക്ക് ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, പിവട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാർട്ട് ടൈപ്പ് ഇൻ എക്സൽ 2007 ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഡിസ്പ്ലേയിങ് ട്രെൻഡ് ഓവർ ടൈം? ടൈമിനനുസരിച്ചുള്ള ട്രെൻഡ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? ലൈൻ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എക്സൽ 2007 ഫീച്ചർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫോർമുല ദാറ്റ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽ റെഫറൻസസ് റിലേറ്റീവ് ടു ദ പൊസിഷൻ ഓഫ് ദ ഫോർമുല ഇൻ എ വർക്ക്ഷീറ്റ്? അതായത് എക്സൽ 2007 ഒരു ഫീച്ചറാണ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫോർമുല നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽ റെഫറൻസ് റിലേറ്റീവ് ടു ദ പൊസിഷൻ. അതായത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ സെല്ലിന്റെ അഡ്രസ്സിലുള്ള ആ ഒരു ഫോർമുല ചേഞ്ച് ആകുന്നു. അതെന്താണ്? റിലേറ്റീവ് റെഫറൻസ് ആണോ, അബ്സല്യൂട്ട് ആണോ, മിക്സഡ് ആണോ, സർക്കുലർ റെഫറൻസ് ആണോ? ഏതാണ്? ഇത് റിലേറ്റീവ് റെഫറൻസ് ആണ്. റിലേറ്റീവ് റെഫറൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 കോളം ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ A1 മുതൽ A3 വരെയുള്ള സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ B1 to B3യുടെ സമ്മ്, അടുത്ത കോളത്തിൽ C1 to C3യുടെ സമ്മ്, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? കോളം മാറുന്നതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ഇതിനെയാണ് റിലേറ്റീവ് റെഫറൻസിങ് എന്ന് പറയുന്നത്. ഇത് ഫിക്സഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് $സൈൻ യൂസ് ചെയ്യാം. അങ്ങനെ റോയും കോളവും ഫിക്സഡ് ആക്കുന്നതാണ് ഇത് അബ്സല്യൂട്ട് റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് എക്സൽ 2007 ഫംഗ്ഷൻ ഫോർ ടെക്സ്റ്റ് മാനിപ്പുലേഷൻ? ടെക്സ്റ്റ് മാനിപ്പുലേഷനിൽ എക്സലിൽ യൂസ് ചെയ്യാത്ത ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലെഫ്റ്റ്, റൈറ്റ്, അപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാത്തത് ഏത് ഫംഗ്ഷനാണ്? സെന്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലൈഡ് ട്രാൻസിഷൻ ഇൻ പവർ പോയിന്റ് 2007? 2007 സ്ലൈഡ് ട്രാൻസിഷന്റെ പർപ്പസ് എന്താണ്? ഇതും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള വിഷ്വൽ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് അനിമേഷൻ അവൈലബിൾ ഇൻ പവർ പോയിന്റ് 2007?
അതായത് 2007 അവൈലബിൾ അല്ലാത്ത അനിമേഷൻ ഏതാണ്? എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ്, അതുപോലെ തന്നെ റൊട്ടേഷൻ. ഇതിൽ ഏതാണ് ഇല്ലാത്തത്? റൊട്ടേഷൻ ഇല്ല. എൻട്രൻസ് ഉണ്ട്, എംഫസിസ് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. ഈ 3 അനിമേഷൻ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, വാട്ട് ഈസ് ദ ഡീഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ യൂസ്ഡ് ബൈ പവർ പോയിന്റിലെ ഡീഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? .pptx ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫയൽ എക്സ്റ്റൻഷൻ. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്ലൈഡ് മാസ്റ്റർ ഇൻ പവർ പോയിന്റ് 2007? സ്ലൈഡ് മാസ്റ്ററിന്റെ പർപ്പസ് എന്താണെന്നാണ് ഏതിലാ? പവർ പോയിന്റിൽ നമ്മൾ സ്ലൈഡ് മാസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതാണ്? ടു അപ്ലൈ ഫോർമാറ്റിംഗ് ടു ഓൾ സ്ലൈഡ്സ് ഇൻ എ പ്രസന്റേഷൻ. അപ്പം ആ പ്രസന്റേഷനിലെ എല്ലാ സ്ലൈഡ്സിലും ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാനാണ് സ്ലൈഡ് മാസ്റ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ഫോർ സ്റ്റാർട്ടിംഗ് സ്ലൈഡ് ഷോ ഫ്രം ദ ബിഗിനിങ്ങിൽ നിന്ന് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? F5 ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വേ ടു ഫോർമാറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്ലൈഡ് ഇൻ PowerPoint 2007? PowerPoint 2007 ഒരു സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റ് ചെയ്യാനുള്ള വേ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് സോളിഡ് കളർ, ഇത് നമുക്ക് യൂസ് ചെയ്യാം. യൂസിങ് ഗ്രേഡിയന്റ് ഫില്ല് യൂസ് ചെയ്യാം. യൂസിങ് എ പിക്ചർ ഓർ ടെക്സ്ചർ ഫില്ല് യൂസ് ചെയ്യാം. യൂസിങ് എ 3D എഫക്റ്റ്, ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ഫോർ ആഡിങ് ഹൈപ്പർ ലിങ്ക് ടു ആൻ ടെക്സ്റ്റ്? ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഏതാണ്? Ctrl+K ആണ് ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് ഡു വി യൂസ് എ ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലെവർ? നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലെവർ യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? വേരിയബിൾ ലൈൻ സ്പേസിങ്ങിന് വേണ്ടിയിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് റിബൺ മൂവ്മെന്റ്? റിബൺ മൂവ്മെന്റിന്റെ കേസിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ലെങ്ത് വൈസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഇതിൽ ഏത് വരുന്നില്ല? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്, റിബൺ മൂവ്മെന്റ് അല്ല. അടുത്തത്, വിച്ച് ഡോക്യുമെന്റ് വി യൂസ് ട്രിപ്പിൾ ലൈൻ സ്പേസ് വൈൽ ടൈപ്പിംഗ്? ട്രിപ്പിൾ ലൈൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓഫീസ് നോട്ട്സ് ആണോ? കൊമേഴ്ഷ്യൽ പർപ്പസ് ആണോ? ലീഗൽ ഡോക്യുമെന്റ് ആണോ? നൺ ഓഫ് ദി എബോവ് ആണോ? ഏതാണ് കൊടുക്കുന്നത്? ഇതും ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്, മെയിൻ പാർട്ട് ഓഫ് ഡോഗ് ബ്ലോക്കിന്റെ മെയിൻ പാർട്ട് എന്താണ്? പിനിയൻ വീല്, എസ്കേപ്മെന്റ് വീല്, റാഷറ്റ് വീല്, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? എസ്കേപ്മെന്റ് വീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ പ്രൊസീഡിങ്സ് ടു അഡ്രസ് ഈസ് ഗവൺ ഇൻ? പ്രൊസീഡിങ്സിൽ ടു അഡ്രസ് എവിടെയാണ് കൊടുക്കുന്നത്? ടോപ്പ് ലെഫ്റ്റ് ആണോ? ടോപ്പ് റൈറ്റ് ആണോ? ബോട്ടം ലെഫ്റ്റ് ആണോ? ബോട്ടം റൈറ്റ് ആണോ? എവിടെയാണ്? ബോട്ടം ലെഫ്റ്റിലായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ടു അഡ്രസ് കൊടുക്കുന്നത്. അടുത്തത്, ഈച്ച് ടൈപ്പ് ബാർ ഈസ് ഹാവിംഗ് ഡാഷ് ക്യാരക്ടേഴ്സ്? ഓരോ ടൈപ്പ് ബാറിലും എത്ര ക്യാരക്ടേഴ്സ് വീതം ഉണ്ടായിരിക്കും? ഓരോ ടൈപ്പ് ബാറിലും 2 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം only 3 ആണ്. സി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അനദർ നെയിം ഫോർ മെയിൻ സ്പ്രിംഗ് ടെൻഷന്റെ മറ്റൊരു പേര് എന്താണ്? കീ ടെൻഷൻ ആണോ? റാക്ക് ടെൻഷൻ ആണോ? ക്യാരേജ് ടെൻഷൻ ആണോ? നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ക്യാരേജ് ടെൻഷൻ ആണ്. അപ്പോൾ only 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഈക്വൽ കോളം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത്? സ്പേസ് ബാർ ആണോ? ടാബ് കീ ആണോ? ടാബുലേറ്റർ ആണോ? നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ടാബ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത, ഡോഗ് ബ്ലോക്ക് ഈസ് കണക്റ്റഡ് ടു? എന്താണ്? ഡോഗ് ബ്ലോക്ക് എന്തുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്? ക്യാരേജ് ലെവർ ആണോ? ബാക്ക് സ്പേസർ ആണോ? നോൺ ക്യാരക്ടർ കീ ആണോ? ക്യാരക്ടർ കീ ആണോ? ഏതാണ്? ക്യാരക്ടർ കീയുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത്, യൂണിവേഴ്സൽ ബാർ ഈസ് കണക്റ്റഡ് ടു ഡാഷ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ? യൂണിവേഴ്സൽ ബാർ എന്തുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്? മെയിൻ സ്പ്രിങ്, പിനിയൻ വീല്, ഡോഗ് ബ്ലോക്ക്, റിബൺ ഗിയർ. ഏതായിരിക്കും? ഡോഗ് ബ്ലോക്കുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ? കറക്റ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വെയിറ്റഡ് ഫോർ ഡാഷ് അവർ ആൻഡ് എ ഹാഫ് ഫോർ ലഞ്ച്. ഇവിടെ എന്താണ് വരുന്നത്? ഹി വെയിറ്റഡ് ഫോർ ആൻ അവർ എന്നതാണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്തത്, ഹി സാറ്റ് ഡാഷ് ഹിസ് ഫ്രണ്ട് ബിസൈഡ്, ബിസൈഡ്സ്, ബിറ്റ്വീൻ, എലോങ്. ഏതാണ് വരുന്നത്? ഹി സാറ്റ് ബിസൈഡ് ഹിസ് ഫ്രണ്ട് ആണ്. അടുത്ത, മൈ ബ്രദർ ഈസ് ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്? ടോൾ, ദ ടോളസ്റ്റ്, ടോളർ, ആസ്, ടോൾ ആസ്. ഇതിൽ ഏതാണ് വരുന്നത്? മൈ ബ്രദർ ഈസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്നാണ്. ഐ സോ എ ഡാഷ് ഓഫ് ഡോഗ്സ്. ഇത് കളക്റ്റീവ് നൗൺ ആണ് വരുന്നത്.
വരേണ്ടുന്നത്? എന്താണ് വരുന്നത്? ഹേർഡ് ആണോ, പാക്ക് ആണോ, ഗ്യാങ് ആണോ, ഫ്ലോക്ക് ആണോ? ഏതാണ്? പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ്. അടുത്ത ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. പാസീവ് ഫോം, കറക്റ്റ് ആയിട്ടുള്ള പാസീവ് ഫോം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഓൾഡ് വുമൺ വിൽ ഹാവ് ഹെൽപ്ഡ് ബൈ ഹിം. ദ ഓൾഡ് വുമൺ വിൽ ബീങ് ഹെൽപ്ഡ് ബൈ ഹിം. The old woman will be helped by him. The old woman would have helped by him. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? The old woman will be helped by him എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഫ്രണ്ട് ഹാസ് ടു മെനി അയൺസ് ഇൻ ദ ഫയർ. ഇതിന്റെ ഇഡിയം, ഈ ഇഡിയത്തിന്റെ മീനിങ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഹി ഈസ് എൻഗേജ്ഡ് വിത്ത് മെനി പ്രോബ്ലം ആണോ, ഹി ഈസ് ഹാവിങ് മെനി ക്വാളിറ്റീസ് ആണോ, ഹി ഈസ് ഹാവിങ് മെനി ഡ്രോബാക്സ് ആണോ, ഹി ഈസ് എൻഗേജ്ഡ് ഇൻ ടു മെനി എന്റർപ്രൈസസ് അറ്റ് ദ സെയിം ടൈം ആണോ? ഹാസ് ടു മെനി അയൺസ് ഇൻ ദ ഫയർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് എൻഗേജ്ഡ് ടു മെനി എന്റർപ്രൈസസ് അറ്റ് ദി സെയിം ടൈം എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി സീംഡ് അഫക്റ്റഡ് ബൈ ഡിഫിഡൻസ്. ഇതിൽ ഐഡന്റിഫൈ ദ ആന്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇതിന്റെ നേരെ ഡിഫിഡൻസ്, ഡിഫിഡൻസിന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? കോൺഫിഡൻസ് ആണ് ഡിഫിഡൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ദ ക്ലാസ് സിൻസ് 10 AM. ഇവിടെ അറ്റൻഡ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് വരുന്നത്? സിൻസ് വന്നിട്ടുണ്ട്. സിൻസ് വരുമ്പോൾ നമ്മൾ എന്തോർക്കണം? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING വരണം. അപ്പൊ ഐ ഹാവ് ബീൻ അറ്റൻഡിങ് എന്നതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐ വെന്റ് ഫോർ എ പിക്നിക് ടു റിലീവ് ദി ടെഡിയം ഓഫ് എവരിഡേ ലൈഫ്. അപ്പൊ ഈ ടെഡിയം എന്നുള്ള അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ബോർഡം ആണോ, ടയേർഡ്നെസ് ആണോ, ഹാർഷ്നെസ് ആണോ, ടെൻഷൻ ആണോ? ഏതാണ്? ബോർഡം ആണ്. അടുത്തത്, ഓണർ ആൻഡ് ഗ്ലോറി ഡാഷ് ഹിസ് റിവാർഡ്. ആറാണോ, ഈസ് ആണോ, ഹാവ് ആണോ, വെയർ ആണോ? ഏതാണ് വരുന്നത്? ഈസ് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദേ ഹാഡ് റിക്വസ്റ്റഡ് മീ ഐ ഡാഷ് ദം. ഹാഡ് പ്ലസ് V3 ആണ്. അപ്പൊ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. അപ്പൊ ഏതാണ് ഓപ്ഷൻ ആൻസർ ആയിട്ടുള്ളത്? വുഡ് ഹാവ് പ്ലസ് ഹെൽപ്ഡ് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത, രാജു ഈസ് എ പേഴ്സൺ ഹു ബിൽഡ് ഇൻ ഓർ വർക്ക്സ് വിത്ത് സ്റ്റോൺസിൽ ബിൽഡ് ചെയ്യുക, വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എന്ത് പറയും? ഗോൾഡ് സ്മിത്ത് ആണോ, മെയ്സൺ ആണോ, ബ്ലാക്ക് സ്മിത്ത് ആണോ, കാർപ്പൻറ്റർ ആണോ? ഏതാണ് വരുന്നത്? മെയ്സൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോൾ ദ പോലീസ് അറ്റ് ദ ഓൾഡ് ലേഡി ടു ഹെർ സൺ. ഇതിനെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദ ഓൾഡ് ലേഡി കമാൻഡഡ് ഹെർ സൺ ടു കോൾ ദ പോലീസ്. ഞാൻ ആൻസർ മാത്രം പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത് നോക്കിയാൽ, ഫൈൻഡ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്, കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള ആൻസർ ഏതാണ്? അക്കോമഡേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വരുൺസ് പേരൻസ് ഹെൽപ്പ് ഹിം ടു ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. കം എന്നുള്ളതിന്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓവർകം എന്നുള്ളത് എന്താ? ഗെറ്റ് ഓവർ ആണ് ഓവർകം എന്നുള്ള മീനിങ്ങിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സച്ചിൻ പ്ലേഡ് വെൽ. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആക്കുക. അപ്പം എങ്ങനെ വരും? സച്ചിൻ പ്ലേഡ് വെൽ എന്നുള്ളത് എന്താണ്? പ്ലേഡ് ഡിഡ് പ്ലസ് പ്ലേ അല്ലേ? അപ്പം ഡിഡിന്റ് ഹി എന്ന് വരും. ബി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്തത്, ദ ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? അസർട്ടീവ് ആണോ, ഇമ്പരേറ്റീവ് ആണോ, എക്സ്ക്ലമേറ്ററീവ് ആണോ, ഇന്ററോഗേറ്റീവ് ആണോ? ഏതാണ്? ദ ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് എന്നുള്ളത് എന്താണ്? ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ് ഫ്രം ദ ഗിവൺ സെന്റൻസ്. ഐ ആം എ ക്ലെവർ ബോയ്. ഐ ആം എ ക്ലെവർ ബോയ്. ഇതിൽ നിന്നും കറക്റ്റ് അഡ്ജക്റ്റീവ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ക്ലെവർ ആണ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത്. അടുത്തത്, ദ ജെൻഡർ ഓഫ് ദ വേർഡ് ഡച്ചസ്. ഡച്ചസ് എന്ന് പറയുന്നതിന്റെ ജെൻഡർ എന്താണ്? മസ്കുലൈൻ, കോമൺ, ന്യൂട്ടർ, അതുപോലെ തന്നെ ഫെമിനിൻ. ഏതാണ്? ഡച്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. അടുത്തത്, ഹീ ഈസ് നെയ്തർ സ്മാർട്ട് ഡാഷ് ബ്രേവ്. നെയ്തർ ആണ്. അപ്പം ഓറാണോ, ആൻഡാണോ, ബട്ടാണോ, നോറാണോ? എന്താണ് വരുന്നത്? നെയ്തർ, നോർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നെയ്തർ ഇവിടെ എന്താണ് വരേണ്ടത്? നോറാണ് വരേണ്ടുന്നത്. അടുത്ത മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശരിയായത് ഏത്? അനുഗ്രഹീതൻ, 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 അനുഗ്രഹീതൻ. ഇതിൽ ഏത് അനുഗ്രഹീതനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അനുഗ്രഹീതൻ എന്നതാണ്. അനുഗ്രഹം, അനുഗ്രഹീതൻ. അടുത്തത്, ഉദ്യാനപാലകൻ, സ്ത്രീലിംഗം എഴുതുക. ഇതിൽ ഏതാണ് ഉദ്യാനപാലകന്റെ സ്ത്രീലിംഗം? ഉദ്യാനപാലിക എന്നതാണ്. ഹിതത്തെ കാംക്ഷിക്കുന്നവൻ, ഇതിന്റെ ഒറ്റപ്പദം എന്താണ്? ഹിതേച്ചു എന്നതാണ്. അടുത്ത, പുലിവാല് പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്താണ്? സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക എന്നതാണ്. അടുത്തത്, 5-6 വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 5-6
എന്താ 5ഓ 6ഓ എന്നാണ് വരുന്നത്. തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? തീ ഉണ്ടാക്കാനുള്ള പെട്ടി എന്നാണ് വരുന്നത്. അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ആലത്തൂർ കാക്കയാണ് അവസരവാദി എന്നർത്ഥം വരുന്നത്. സോറി, ആലത്തൂർ കാക്കയല്ല, 5-ാം പത്തിയാണ് അവസരവാദി എന്നർത്ഥം വരുന്നത്. ഏതാണ്? 5-ാം പത്തിയാണ്. അടുത്തത്, വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിന്റെ ആശയം എന്താണ്? ചിന്താശൂന്യമായ പ്രവൃത്തി എന്നതാണ്. അടുത്ത, അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഏതാ? അന്ത അധികം ഗതം ആണ് അന്തർഗതം. അടുത്തെന്ന് പറയുന്ന പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഇതിലേതാണ്? പെങ്ങൾ, പൂക്കൾ, ശിഷ്യകൾ, നിങ്ങൾ. ഏതാണ് പൂജക ബഹുവചനം? നിങ്ങൾ എന്നതാണ് പൂജക ബഹുവചനം. ഈ ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഏതാണ്? ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അല്ല. രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നതാണ്. അടുത്ത ശരിയായ പദം ഏത്? സ്രഷ്ടാവ്, സാമ്രാട്ട്, സ്വൈരം, സ്വാദിഷ്ട്യം. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പദം? സ്രഷ്ടാവ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള പദം. നിലാവ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന, ചാന്ദനിക. ഇതിലേതാണ് പര്യായമല്ലാത്തത്? ചാന്ദനികയാണ്. ചന്ദ്രികയും കൗമുദിയും ജ്യോത്സ്നയൊക്കെ നിലാവിന്റെ പര്യായ പദമാണ്. അടുത്ത, വാഗിംഗ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം എന്താണ്? പാലുരുമ്മൽ, ലോഹ്യം പറച്ചിൽ, കലഹിക്കൽ, അസൂയപ്പെടൽ. ഏതാണ്? ലോഹ്യം പറച്ചിലാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? സ്ത്രീകൾ, യുവതികൾ, ആണുങ്ങൾ, കുട്ടികൾ. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? കുട്ടികൾ എന്നതാണ്. അടുത്ത, ഹ്രാസം വിപരീത പദം എന്താണ്? പ്രവാസം, മിനുസം, വികാസം, അനുവാസം. ഇതിൽ ഏതാണ് ഹ്രാസത്തിന്റെ വിപരീതം? വികാസം. ഇനി പാണിയും പാദവും സമാസിക്കുമ്പോൾ എങ്ങനെ വരും? പാണിയും പാദവും. എന്താണ്? പാണി പാദം എന്നതാണ് പാണിയും പാദവും സമാസിക്കുമ്പോൾ വരുന്നത്. അടുത്ത, കൂട്ടത്തിൽ പെടാത്തത് ഏത്? വല്ലകി, വിപാദിക, വിപഞ്ചിക, പരിവാദിനി. ഇതിൽ ഏതാണ് വരാത്തത്? വിപാദികയാണ്. അടുത്ത് നോക്കിയേ, പ്ലേ ടു ദ ഗാലറി എന്ന ശൈലിയുടെ ആശയം എന്താണ്? പ്ലേ ടു ദ ഗാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തരംതാണ രീതിയിൽ പെരുമാറുക എന്നതാണ് പ്ലേ ടു ദ ഗാലറി എന്നതിന്റെ ശൈലിയുടെ ആശയം. അടുത്തത്, വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയാകും എന്നർത്ഥം വരുന്ന ചൊല്ലി ഏതാണ്? മല തുളയ്ക്കാൻ ചുറ്റുളി പോരെ എന്നതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. താങ്ക്